ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മോത്തിച്ചോറ് കൊണ്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബൗൾ കടലമാവ് എടുക്കുന്നുണ്ട്. ഇനി ഇത് അല്പം ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശയുടെ ബാറ്റർ കൺസിസ്റ്റൻസിയിലൊക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വേണേലിത് ഈ ബാറ്റർ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഈ ബാറ്റർ സ്പൂൺ വെച്ചൊന്ന് കോരി ഒഴിക്കുന്നുണ്ട്. വേണയിൽ ഇതൊരു ബൂന്തി പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, എന്നാലും ഇച്ചിരി മുരിഞ്ഞ് വരണം. നമുക്കിത് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളത് അല്പം തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും അതിനാവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണയിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സമയത്ത് അല്പം നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്പം തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് കയ്യിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറു ചൂടോടുകൂടെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഓരോ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണേൽ നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ മോത്തിച്ചൂർ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.